ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ച കാശ്, മഹർമാല വിറ്റിട്ട് എടുത്ത കാശ്, ഇതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത്. ആ ഒരു പോയിൻ്റ് എടുക്കുക. നാട്ടുകാർ സ്ഥലം മേടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സ്ഥലം മേടിക്കുന്നത്? സർക്കാർ സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് കേരളത്തിൽ മലബാറിൽ മാത്രമുള്ള വിചിത്രമായിട്ടൊരു വികസന രീതിയാണ്. 2-3 ആഴ്ച മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. മാറഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിൽ തന്നെ മാറഞ്ചേരിയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് അവർ കുട്ടികൾക്ക് കൂപ്പൺ കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയോ? പിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് പിരിപ്പിക്കുന്നത്? ആ സ്കൂളിന് വേണ്ടത്ര കെട്ടിടങ്ങളില്ല, കെട്ടിടങ്ങളുണ്ടാക്കാൻ വസ്തുവില്ല, സ്ഥലമില്ല. അപ്പോൾ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കൂടി കമ്മിറ്റി ഉണ്ടാക്കി തീരുമാനിച്ചു. ആർക്ക് ആണിത്? ഗവൺമെൻറ് സ്കൂളിന്. അപ്പോൾ ഇതേ സ്ഥലം പൊന്നാനി മണ്ഡലമാണ്. CPM പ്രതിനിധിയാണ് അവിടുത്തെ MLA, ഭരണകക്ഷി MLA പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിലാണ്. സർക്കാർ സ്കൂളിന് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി നാട്ടുകാർ പിരിവെടുക്കുകയാണ്. മാത്രമല്ല, ഇതിപ്പം അവിടുത്തെ ലീഗ് MLA-മാരുടെ മെഡിക്കൽ കോളേജിന്, സ്റ്റേഡിയത്തിന്, സ്റ്റേഡിയത്തിനൊക്കെ പൈസ പിരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പിരിവ് നടക്കുമ്പോൾ 3 കോടി രൂപയാണ് വേണ്ടത്. 1 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു, 1 കോടി രൂപ MLA-യുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്ന്. ബാക്കി 1 കോടി രൂപയും അതിൻ്റെ നികുതിയായിട്ടുള്ള 25 ലക്ഷവും ആര് പിരിക്കണം? നാട്ടുകാർ. പിള്ളേരും കുട്ടികളും നാട്ടുകാരും കൂടി പിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞു. എനിക്ക് അവിടുന്ന് അതിൻ്റെ PTA-യുടെയും ഇതിൻ്റെയൊക്കെ ഒരുപാട് ആളുകൾ വിളി, നിങ്ങൾ എന്തിനാണ് അതൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ പിരിവ് അങ്ങനെ കുട്ടികളെ നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ അത് ഇവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. അതാണ് അവരാലോചിക്കുന്നത്. ഞങ്ങൾക്കിത് സർക്കാർ തരുന്നില്ലല്ലോ എന്നല്ല അവരാലോചിക്കുന്നത്. നിങ്ങളിത് അവിടെ പോയി പറഞ്ഞിട്ട് നമ്മുടെ പരിപാടി കുളത്തിലാക്കരുത് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കോടതി വിധിയിൽ എന്താ പറയുന്നത്? ഈ 1 കിലോമീറ്റർ ഇതിൽ സ്കൂൾ കൊടുക്കണം മാത്രമല്ല, അതിന് ഭൂമി ഇല്ലെങ്കിൽ ഭൂമി മേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. അത് മുനിസിപ്പാലിറ്റിയോ ജില്ലാ പഞ്ചായത്തോ ആരാന്ന് വെച്ചാൽ അത് മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നൗഫൽ പറഞ്ഞതുപോലെയുള്ള ഇവിടുത്തെ ഒരു മലബാർ മോഡൽ വികസനം എന്ന് പറയുന്നത് ഇതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിന് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി പള്ളിയിലാണ് പിരിവ് നടക്കുന്നത്. എന്താണ്? എന്നിട്ട് കെട്ടിടത്തിന് ശിഹാബ് തങ്ങൾ സ്മാരക കെട്ടിടം എന്ന് പേര് കൊടുക്കും. മനോരമ മഹത്തായ മലപ്പുറം മാതൃക എഡിറ്റോറിയൽ എഴുതും. ഇവർ മൂച്ചുമക്കേറും, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ മൂച്ചുമക്കേറും അവരടുത്ത്. അപ്പോൾ അടുത്ത് പിന്നെ പയ്യനാട് സ്റ്റേഡിയത്തിന് പിരിച്ചേക്കാം അത് നിൽക്കും. ഇത് എല്ലായിടത്തുള്ള പരിപാടിയാണ്. ഈ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ. എൻ്റെ നാട്ടിൽ നാദാപുരത്ത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് കോളേജുകളോ എയ്ഡഡ് കോളേജുകളോ ഇല്ലാത്ത അസംബ്ലി മണ്ഡലങ്ങളിൽ കോളേജ് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ മണ്ഡലത്തിൽ അങ്ങനെ കോളേജ് ഇല്ലാത്ത ഞങ്ങളുടെ മണ്ഡലത്തിന് ഒരു കോളേജ് അനുവദിക്കപ്പെട്ടു. നാദാപുരം ഗവൺമെൻറ് കോളേജ് എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അതിന് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം നാട്ടുകാർ പിരിവെടുത്ത് മേടിക്കുകയാണ് ചെയ്തത്. നാട്ടുകാർ പിരിവെടുത്ത് സർക്കാരിന് കൊടുക്കുന്നു. അതേ സമയത്താണ് അതേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തീരുമാനം, മന്ത്രിസഭയുടെ തീരുമാനം വരികയാണ്. തിരുവനന്തപുരത്ത് NSSന് സർക്കാർ ഭൂമിയിലെ പാട്ടക്കാലാവധി 2036 വരെ നീട്ടിക്കൊടുക്കുന്നു. എയ്ഡഡ് സ്ഥാപനത്തിന് സർക്കാർ ഭൂമി പാട്ടമായി കൊടുത്തത് നീട്ടിക്കൊടുക്കുന്നു. ഇടുക്കിയിലെ മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിന് അവർക്ക് ഭൂമി സർക്കാർ പതിച്ചു കൊടുക്കുന്നു. എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഭൂമി അങ്ങോട്ട് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാട്ടുകാർ പിരിച്ചിട്ട് ഭൂമി കൊടുക്കുകയാണ്. ഇതാണ് മലബാറിലെ വികസന മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അടയാളമാണ് ഏലമ്പ്ര എന്ന് പറയുന്നത്. ഏലമ്പ്രയിൽ നാട്ടുകാർ 1985 മുതൽ അവിടെ നിന്ന് ആവശ്യമുണ്ട്. 40 വർഷമായി അവർ പിരിവെടുക്കുന്നു, വസ്തു മേടിക്കുന്നു. അതാണ്ട് ഇവിടെങ്ങളും സ്കൂളുണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുന്നു. ഒരുപാട് നിവേദനങ്ങൾ. ഇത് ഇടതുപക്ഷ സർക്കാർ, എല്ലാ സർക്കാരുകളും മാറി വന്നിട്ടാണ്, മനസ്സിലാക്കണം. എന്നിട്ട് ഒന്നും നടക്കാതായപ്പോൾ 2017 അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. 2020 ജൂലൈ 29 അതിൽ വിധി വരുന്നത്. മുഹമ്മദ് ഫായിസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് അടിച്ചു നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിൽ ഈ പറയുന്ന ഫായിസ് മുഹമ്മദിന് അനുകൂലമായിട്ട് നിങ്ങളവിടെ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ. ഒരു പ്രദേശത്തുകാർ ആവശ്യപ്പെടുക, 40 വർഷമായിട്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്കൊരു LP സ്കൂൾ വേണം, ഞങ്ങളിതാ സ്ഥലം എടുത്ത് തന്നിരിക്കുന്നു, എന്നിട്ടത് കൊടുക്കുന്നില്ല. എന്നിട്ട് അവർ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായി വിധിക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ അവർക്ക് ഒരു സ്കൂൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ട് ഈ സർക്കാർ എന്താ ചെയ്യുന്നത്?
സർക്കാർ സുപ്രീം കോടതി പോവുകയാണ് ഈ വിധി വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടം. ആ കോർട്ട് പ്രൊസീഡിങ്സിന് ചിലവായ തുക മതിയായിരിക്കും ഒരു പക്ഷേ ഒരു സ്കൂൾ അവിടെ കൊടുക്കാൻ. എന്നിട്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നു, രാജ്യമാകെ ഇത് കേൾക്കുന്നു, നാണക്കേടാവുന്നു, നാണം കെട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ ജഡ്ജി ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ ഇതാണോ അവസ്ഥ എന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്ന് എന്താ മന്ത്രി പറയുന്നത്, ഞങ്ങൾ പഠിക്കട്ടെ എന്നുള്ളതാണ്. ഇത് ഭയങ്കര സങ്കടകരമായുള്ള കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ശുഭമാണ് എന്നതൊരു അന്ധവിശ്വാസമാണ്. ഇതേ മലപ്പുറം ജില്ലയിലൊരു കഥ ഞാൻ പറയാം. 2015 പൊന്മുണ്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പൊന്മുണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കുട്ടി, +1 പഠിക്കുന്ന ഒരു കുട്ടി, ഷഹൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഒരു ദിവസം നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു ആദ്യത്തെ അനുഭവമായിരിക്കും. ഒരു സ്കൂളിലെ വിദ്യാർത്ഥി നിരാഹാര സമരം പ്രഖ്യാപിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഞങ്ങൾ സ്കൂളിൽ മൂത്രപ്പുരയില്ല, ഞങ്ങൾ സ്കൂളിൽ കെട്ടിടങ്ങളില്ല, എൻ്റെ ക്ലാസ് ഒരു കടയുടെ മുകളിലെ മുറിയിലാണ് എൻ്റെ ക്ലാസ്, ഇവിടെ സ്ഥിരാധ്യാപകരില്ല, താൽക്കാലിക അധ്യാപകരേ ഉള്ളൂ, താൽക്കാലിക അധ്യാപകർക്ക് പൈസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് തോന്നുമ്പോൾ വരികയാണ്, അപ്പോൾ ഞങ്ങൾ സ്കൂളൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ആ സ്കൂളിലൊരു വിദ്യാർത്ഥി നിരാഹാരം കിടക്കുകയാണ്. അപ്പോൾ ഇത് വലിയ വാർത്തയായി. ഞാൻ അതേക്കുറിച്ച് അന്ന് മാധ്യമത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നുണ്ട്. പിറ്റേ ദിവസം ജില്ലാ കളക്ടർ അവിടെ ചെല്ലുന്നു, പൊന്മുണ്ടത്ത് ചെല്ലുന്നു, ഷഹലിനെ കാണുന്നു, അവന് നാരങ്ങാനീര് അതെല്ലാം ശരിയാക്കാടാ എന്ന് പറഞ്ഞിട്ട് നാരങ്ങാനീര് കൊടുത്ത് ആ കുട്ടിയുടെ സമരം അവസാനിപ്പിക്കുന്നു. ഞാൻ ഇന്ന് പൊന്മുണ്ടത്ത് വിളിച്ച് അന്വേഷിച്ചു. അന്ന് എന്താ ഉള്ളത് അതേ അവസ്ഥയിൽ തന്നെയാണ് സ്കൂള്. ഭൂമി മേടിച്ചിട്ടുണ്ട്, അതിനുശേഷം കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി മേടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ പാടം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ നിയമക്കുരുക്കുകളിൽപ്പെട്ട് അവിടെ കിടക്കുകയാണ്. ഒരു സ്കൂളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് സ്കൂൾ വിദ്യാർത്ഥി നിരാഹാരം കിടക്കേണ്ടി വന്നത് 2015 ഈ കേരളത്തിലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതുകൂടെയാണ് നമ്മുടെ ഈ മഹത്തായ പൊതുവിദ്യാഭ്യാസ രംഗം എന്നുള്ള വസ്തുത ജനങ്ങൾ അറിയണം. ഇത് ഇന്ത്യ മുഴുവൻ അറിയാനിടയാക്കി എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിധിക്കെതിരെ സുപ്രീം കോടതി പോയതിലൂടെ സ്വയം നാണം കെട്ടിട്ടുണ്ടാക്കിയിരിക്കുന്നത്.